ഹലോ സ്റ്റുഡൻസ്, നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഈ യൂണിറ്റിന്റെ നോട്ടുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്നത് ഉറപ്പാക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി പോയിന്റുകൾ ഓർമ്മിച്ചു വെക്കാനും പഠിക്കാനും ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്: സാമ്പത്തിക ദേശീയവാദികൾ. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെ കൃത്യമായി ഉത്തരമെഴുതാമെന്ന് നമുക്ക് നോക്കാം. ശരി, ഏത് വിഷയം പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുൻ വർഷങ്ങളിൽ എങ്ങനത്തെ ചോദ്യങ്ങളാണ് വന്നതെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പഴയ ചോദ്യപേപ്പറുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഇന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്താൻ പോകുന്നത്. ഈ ചോദ്യങ്ങളിൽ ആ 43ാമത്തെ ചോദ്യം നന്നായി ശ്രദ്ധിച്ചോണം. അതൊരു 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യനാണ്. 1 മാർക്ക് പോലും പോവാതെ അതിനെങ്ങനെ ഉത്തരമെഴുതാമെന്ന് നമ്മളിന്ന് വിശദമായിട്ട് തന്നെ പഠിക്കും. ഞാൻ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, അല്ലേ? എന്താണ് സാമ്പത്തിക ദേശീയവാദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പോയിന്റ് ബൈ പോയിന്റായി മനസ്സിലാക്കാം. ഇവരുടെ തിയറി മനസ്സിലാക്കാൻ ക്ലാസിക്കൽ ചിന്തകരുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ മതി. ക്ലാസിക്കൽ ചിന്തകരെപ്പോഴും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും സമ്പത്തിനും പ്രാധാന്യം കൊടുത്തു. എന്നാൽ ദേശീയവാദികൾ പറഞ്ഞത് അതല്ല, വ്യക്തിയല്ല, രാഷ്ട്രമാണ് വലുത് എന്നാണ്. ഈയൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി, ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. ഈ സാമ്പത്തിക ദേശീയവാദം എന്ന ആശയം പ്രധാനമായും 3 തൂണുകളിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഉത്തരത്തിൽ ഈ 3 പോയിന്റുകളും നിർബന്ധമായും വേണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് സർക്കാർ ഇടപെടലാണ്. ക്ലാസിക്കൽ ചിന്തകളുടെ ലെസേസ്യ പോളിസി, അതായത് സർക്കാർ ഒന്നിനും ഇടപെടേണ്ട എന്ന നയത്തിന് നേരെ വിപരീതമായിരുന്നു ഇത്. ദേശീയവാദികളുടെ അഭിപ്രായത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ സജീവമായിട്ട് തന്നെ ഇടപെടണം. രണ്ടാമത്തെ പ്രധാന ആശയമാണ് സംരക്ഷണവാദം അഥവാ പ്രൊട്ടക്ഷനിസം. അതായത് ഒരു രാജ്യത്ത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ വിദേശത്തെ വലിയ കമ്പനികളുമായി മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നല്ല ടാക്സ് വെക്കണം. അങ്ങനെ നമ്മുടെ സ്വന്തം വ്യവസായങ്ങളെ സംരക്ഷിക്കണം. അതായിരുന്നു ഇവരുടെ നിലപാട്. മൂന്നാമതായി, അക്കാലത്തുണ്ടായിരുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡിനെ ഇവർ എതിർത്തു. കാരണം ഗോൾഡ് സ്റ്റാൻഡേർഡ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. പക്ഷേ ദേശീയവാദികൾക്ക് പ്രധാനം രാജ്യത്തിനകത്തുള്ള വിലസ്ഥിരതയായിരുന്നു. അതിന് ഏറ്റവും നല്ലത് സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റുന്ന പേപ്പർ കറൻസികളാണ് എന്ന് അവർ വാദിച്ചു. ഓക്കെ, അപ്പം നമ്മൾ സാമ്പത്തിക ദേശീയവാദത്തിന്റെ പൊതുവായ തത്വങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ആ 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിനുത്തരം എഴുതണമെങ്കിൽ ആദം മുള്ളർ എന്ന ചിന്തകന്റെ ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ട് ഈ ഭാഗം കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കണം. മുള്ളറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സമൂഹം ഒരു ഓർഗാനിക് സിസ്റ്റം അഥവാ ഒരു ജീവനുള്ള ശരീരം പോലെയാണ് എന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ശരീരത്തിലെ കൈയും കാലുമൊക്കെ പോലെ ഒരു രാജ്യത്തെ മതം, ആചാരങ്ങൾ, രാഷ്ട്രീയം, സാമ്പത്തികം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിനെക്കുറിച്ച് പഠിക്കാൻ പറ്റില്ല. ഇനി ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം. ക്ലാസിക്കൽ ചിന്തകരും ആദം മുള്ളറും തമ്മിൽ മൂല്യത്തെയും സമ്പത്തിനെയും കുറിച്ച് എന്തു വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്? ഈ സ്ക്രീനിൽ കാണുന്ന ഈയൊരു കമ്പാരിസൺ, ഇത് നിങ്ങളുടെ എസ്സേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം. ഈ 2 പോയിന്റുകൾ വിശദീകരിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉറപ്പാണ്. മുള്ളറുടെ തിയറിയിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ആത്മീയ മൂലധനം അഥവാ സ്പിരിച്വൽ ക്യാപിറ്റൽ. ക്ലാസിക്കൽ ചിന്തകർ പണവും വസ്തുവകകളും സമ്പത്തായി കണ്ടപ്പോൾ മുള്ളർ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അതൊന്നുമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ അറിവ്, പാരമ്പര്യം, ഭാഷ, കൾച്ചർ ഇതെല്ലാമാണ്. ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന യഥാർത്ഥ മൂലധനം ഇതാണ്. ആദം മുള്ളർ രാഷ്ട്രത്തിന്റെ ഒരു ആത്മാവിനാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ സാമ്പത്തിക ദേശീയവാദത്തിലെ മറ്റൊരു പ്രധാനിയായ ഫ്രെഡറിക് ലിസ്റ്റ് ഫോക്കസ് ചെയ്തത് രാഷ്ട്രത്തിന്റെ പ്രവർത്തനശേഷിയിലായിരുന്നു. ലിസ്റ്റിന്റെ ആശയങ്ങളും പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റിന്റെ പ്രധാന വാദം നമുക്ക് ഒറ്റ വാക്യത്തിൽ ഇങ്ങനെ പറയാം: ഒരു രാജ്യത്തിന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ട് എന്നതിലല്ല കാര്യം, ആ രാജ്യത്തിന് എത്രത്തോളം സമ്പത്ത് ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്നതിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, മറ്റൊരാൾക്ക് 1 ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള കഴിവുണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ ശക്തൻ? തീർച്ചയായും രണ്ടാമത്തെ ആൾ, അല്ലേ? ഇതേ ആശയമാണ് ലിസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ചും പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ ഉൽപ്പാദന ശക്തി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ? അത് വെറും ഫാക്ടറികളോ മെഷീനുകളോ അല്ല. ഒരു രാജ്യത്തെ റോഡുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ടെക്നോളജി, ശാസ്ത്രജ്ഞർ, വിദഗ്ധരായ തൊഴിലാളികൾ, എന്തിന് ജനങ്ങളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും വരെ ഇതിൽപ്പെടും. ഇതെല്ലാമാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് എന്നാണ് ലിസ്റ്റ് വാദിച്ചത്. ഈ ഉൽപ്പാദനശക്തി വളർത്തിയെടുക്കാൻ ലിസ്റ്റ് ഒരു 4 സ്റ്റേജുള്ള ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു. ഏതൊരു രാജ്യത്തിനും വികസനത്തിലേക്ക് പോകാനുള്ള ഒരു റോഡ് മാപ്പാണിത്.
ആദ്യം കൃഷിയിൽ ശ്രദ്ധിക്കുക, പിന്നെ പതിയെ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുക, അതിനുശേഷം രാജ്യത്തിനകത്തുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുക. നാലാമത്തെയും അവസാനത്തേതുമായ സ്റ്റേജിൽ നിർമ്മിച്ച വസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങുക. ലിസ്റ്റിന്റെ ഈ സിദ്ധാന്തത്തിൽ നിന്ന് വികസ്വര രാജ്യങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻഫന്റ് ഇൻഡസ്ട്രീസ്, അതായത് ശൈശവാവസ്ഥയിലുള്ള വ്യവസായങ്ങളെ സംരക്ഷിക്കണം. അവ വളർന്നു വലുതായി ലോകത്തിലെ വലിയ കമ്പനികളുമായി മത്സരിക്കാൻ പ്രാപ്തരാകുന്നതുവരെ ഫ്രീ ട്രേഡിലേക്ക് എടുത്തുചാടരുത്. സംരക്ഷണ നികുതികൾ ഉപയോഗിച്ച് അവയെ സംരക്ഷിച്ചേ മതിയാവൂ. അപ്പോൾ നമ്മൾ സാമ്പത്തിക ദേശീയവാദത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട മെയിൻ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. ഇതൊരു ഫൈനൽ റിവിഷനായിട്ട് കണ്ടാൽ മതി. ഒന്നാമത്തെ പോയിന്റ്, ദേശീയവാദികളുടെ അടിസ്ഥാന വിശ്വാസം: വ്യക്തിയല്ല, രാഷ്ട്രമാണ് പ്രധാനം. എപ്പോഴും രാജ്യത്തിന്റെ പൊതുവായ താൽപ്പര്യത്തിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. രണ്ടാമത്തേത്, സംരക്ഷണവാദം. വിദേശ മത്സരത്തിൽ നിന്ന് സ്വന്തം രാജ്യത്തെ പുതിയ വ്യവസായങ്ങളെ, അതായത് ഇൻഫന്റ് ഇൻഡസ്ട്രീസിനെ, ഇറക്കുമതി ചുങ്കം അഥവാ ടാരിഫ് ഉപയോഗിച്ച് സംരക്ഷിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ആദം മുള്ളർ. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓർക്കുക. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പണമോ ഫാക്ടറികളോ അല്ല, മറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ആത്മീയ മൂലധനമാണ്. നാലാമത്തെ പോയിന്റ്, ഫ്രെഡറിക് ലിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഊന്നൽ എവിടെയായിരുന്നു? ഉൽപ്പാദന ശക്തിയിൽ. സമ്പത്തുണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം സമ്പത്തുൽപ്പാദിപ്പിക്കാനുള്ള ആ കഴിവ് വികസിപ്പിക്കലാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ഉത്തരങ്ങളും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല മാർക്ക് നേടാൻ പറ്റും. പക്ഷെ പഠനം ഇവിടെ നിർത്തരുത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന ഈ ആശയങ്ങൾക്ക് ഇന്നത്തെ ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് പൂർണ്ണമാക്കും. എല്ലാവർക്കും പരീക്ഷയ്ക്ക് വിജയാശംസകൾ.